നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം. വാഹനങ്ങളെ കടത്തിവിടുന്നത് ഒറ്റ വരിയായി. ടൗണിൽ കുരുക്കിന് ഇടയാക്കുമോ എന്ന ആശങ്ക. മണ്ണാർക്കാട് CVR ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിക്ഷേപക തട്ടിപ്പ് കേസ്. ആശുപത്രിയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ബഡ്സ് ആക്ട് പ്രകാരം വഞ്ചനാകുറ്റം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ആശങ്കയുമായി വരോട് സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിനടുത്തുള്ള അനങ്ങന്മലയിലെ കോറിയാണ് കുട്ടികളെ ഭയപ്പെടുത്തുന്നത്. കോറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ സമരത്തിലേക്ക്. ആർഭാട വിവാഹങ്ങൾ തടയാൻ പെരിന്തൽമണ്ണയിലെ മഹല്ല് കൂട്ടായ്മ. നഗരസഭയിലെ 15 മഹല്ലുകളിലെ ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾക്ക് ബോധവൽക്കരണവും ശില്പശാലയും സംഘടിപ്പിക്കും. ലഹരി ഉപയോഗത്തിനെതിരെയും ബോധവൽക്കരണം നൽകും. പെരിന്തൽമണ്ണ നഗരത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് ഉറപ്പില്ലെന്നും സമീപത്തുള്ളവർക്ക് ഭീഷണിയെന്നും നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. എന്നാൽ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുവശത്തും പോലീസിനെ നിയോഗിച്ച് സുരക്ഷ ഒരുക്കി ഒറ്റവരിയായാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ തകർന്ന പട്ടാമ്പിപ്പാലം വാഹനഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ബസ്സുകൾ ഒഴികെ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഇരുവശത്തും പോലീസിനെ നിയോഗിച്ച് സുരക്ഷ ഒരുക്കി ഒറ്റവരിയായാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. നേരത്തെ കാൽനട യാത്രയ്ക്കായി പാലം തുറന്നുകൊടുത്തിരുന്നെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന ജില്ലാ അവലോകന യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്നാണ് ജില്ലാ കളക്ടർ നിബന്ധനകൾക്ക് വിധേയമായി പാലം വാഹനഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ഉത്തരവിട്ടത്. പാലത്തിൽ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തേണ്ടതും കൈവരികൾ പുനഃസ്ഥാപിക്കേണ്ടതുമുണ്ട്. ഇതിനായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും PWD അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങളെ കടത്തിവിടാനുള്ള തീരുമാനം ഗതാഗതക്കുരുക്കിന് കാരണമായേക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ വളരെ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും DDMAയിൽ ആ തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ, ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നത് വരയ്ക്ക്, അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും. അപ്പൊ ഇപ്പൊ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക. അപ്പൊ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും. എന്തായിരുന്നാലും ഇന്ന് രാവിലെ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതിരാവിലെ തന്നെ തുറക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നിയന്ത്രണങ്ങൾ ഉണ്ടാവും. നല്ല ശ്രദ്ധിച്ച ആളുകൾക്ക് പോകണം. കാൽനട യാത്രക്കാരുണ്ടാവും. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും രണ്ട് ഭാഗത്തും പോലീസുകാരുണ്ടാവും. ബാക്കി ക്രമീകരണങ്ങൾ ഇതിന്റെ ഒരു ട്രയൽ നോക്കിയെന്ന് വൈകുന്നേരത്തോടു കൂടി ബാക്കി ക്രമീകരണങ്ങൾ വരുത്തും. പിന്നെ ബസ്സുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി സംസാരിച്ച് അത് നമ്മുടെ ട്രാഫിക് സംസാരിച്ചുകൊണ്ട് ആ ബസ്സിന്റെ കാര്യത്തിലും ക്രമീകരണങ്ങൾ വരുത്തും. കാരണം അവരുടെ യാത്രാ സമയത്തിൽ ചിലപ്പോൾ ഈ ട്രാഫിക് വലിയ രീതിയിൽ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അത് അവരുമായി സംസാരിച്ചുകൊണ്ട് ഒരു ക്രമീകരണം വരുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും വളരെ അടിയന്തരമായിട്ട് ഇപ്പോൾ പാലം വാഹനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കാര്യമാണ് അറിയിക്കാനുള്ളത്. മണ്ണാർക്കാട് CVR സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ബഡ്സ് ആക്ട് 2019 നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വഞ്ചനാകുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിനാണ് നടപടി. 12% ലാഭവിഹിതവും നിക്ഷേപകരുടെ കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യസഹായവും നൽകാമെന്ന് വാഗ്ദാനം നൽകി പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുകയും കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും പണം തിരികെ നൽകിയില്ലെന്ന് ബോധ്യമായതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. സ്ഥാപനത്തിൻ്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിനും ജപ്തി സ്ഥിരമാക്കുന്നതിനും കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. സ്ഥാപന ഉടമകളായ CV മുഹമ്മദ് റിഷാദ്, പിതാവ് അലി റിഷാദിൻ്റെ ഭാര്യ PRO ജിൻഷ, ജീവനക്കാരൻ അബ്ദുൾ സത്താർ എന്നിവർക്ക് എതിരെയാണ് നടപടി. സ്ഥാപനത്തിൻ്റെയും സ്ഥാപന ഉടമകളുടെയും മറ്റ് പ്രതികളുടെയും തൃശൂർ ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കൾ തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹസർ, ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേർ പകർപ്പ് എന്നിവയുടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും.
ജില്ലാ രജിസ്ട്രാർ പ്രതികളുടെ സ്ഥാവര സ്വത്തുക്കളുടെ തുടർന്നുള്ള വിൽപ്പന നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സബ് രജിസ്റ്റർ ഓഫീസർമാർക്കും അടിയന്തരമായി നൽകും. പ്രതികളുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും പട്ടിക തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തയ്യാറാക്കി കളക്ടറേറ്റിലേക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും. പ്രതികളുടെ പേരിൽ ജില്ലയിലെ ബാങ്കുകൾ, ട്രഷറികൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആരംഭിച്ച എല്ലാത്തരം അക്കൗണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മരവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ സ്ഥാപന മേധാവികളും അടിയന്തരമായി സ്വീകരിക്കണം. ജില്ലയിലെ എല്ലാ ബാങ്ക് മാനേജർമാർക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകാൻ തൃശൂർ ലീഡ് ബാങ്ക് മാനേജറെ ചുമതലപ്പെടുത്തി. ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ, തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്കാണ് ചുമതല. ബഡ്സ് ആക്ട് 2019 സെക്ഷൻ 14(1) പ്രകാരം താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തുന്നതിന് ഡെസിഗ്നേറ്റഡ് കോടതി മുമ്പാകെ സമയബന്ധിതമായി ഹർജി ഫയൽ ചെയ്യേണ്ടതിനാൽ കണ്ടുകെട്ടൽ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി കളക്ടറേറ്റിൽ ലഭ്യമാക്കണമെന്നും തൃശൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ വെള്ളാർമല സർക്കാർ സ്കൂൾ തകർന്ന പോലെ തങ്ങളുടെ സ്കൂളും തകരുമോ എന്ന ആശങ്കയിലാണ് ഒറ്റപ്പാലം വരോട് സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിനടുത്തുള്ള അനങ്ങന്മയിലെ കോറി ജീവനും സ്കൂളും കൊണ്ടുപോകുമെന്ന ഭീതിയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയും പൊട്ടുമോ സാറേ? ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമോ? സ്കൂളിന് എന്തെങ്കിലും സംഭവിക്കുമോ? വയനാട് ദുരന്തത്തിൽ തകർന്ന സ്കൂൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ അധ്യാപകരോട് തങ്ങളുടെ ആശങ്ക പങ്കുവച്ചു. സ്കൂളിൽ നിന്ന് 1 കിലോമീറ്ററിനപ്പുറം പ്രവർത്തിക്കുന്ന അനങ്ങന്മലയിലെ കോറിയാണ് ഇവരുടെ ആശങ്കയ്ക്ക് കാരണം. അതുകൊണ്ട് ഞങ്ങൾക്കും പേടിയുണ്ട്. കോറിയൊക്കെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തിയേക്കാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് നിർത്തിവെച്ചാലല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയോടെ കടക്കാനും സ്കൂളിലേക്ക് വരാനും ഭയമില്ലാതെ വരാനൊക്കെ പറ്റുള്ളൂ. സ്കൂളിൽ ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഇരിക്കുന്ന ടൈമിലാണ് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് പോകും. അത് എത്ര പെട്ടെന്ന് നിർത്തിയപ്പോൾ അത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ലതാണ്. ഇവിടെ ഒറ്റപ്പെട്ട എല്ലാവർക്കും നല്ലതാണ്. എല്ലാവരും നല്ല രീതിയിൽ അവിടെ നിർത്തി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്വസ്ഥത. സ്കൂളിൽ ബെല്ലടിക്കുന്നതിനേക്കാൾ ഉഗ്രശബ്ദത്തോടെയാണ് പാറ പൊട്ടിക്കുന്ന ഭീകരശബ്ദം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചെവിയിലെത്തുന്നത്. അനങ്ങന്മലയിലെ പാറ തുരന്ന ദൃശ്യം സ്കൂളിലെ ക്ലാസ് മുറികളിൽ ഇരുന്നാൽ വരെ കാണാം. വീട്ടിലെത്തിയാലും ഭീതിയോടെ കഴിയേണ്ട അവസ്ഥ. വിദ്യാർത്ഥികൾ പങ്കുവച്ച ഭീതിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു തീരുമാനത്തിലെത്തി. കോറിയുടെ പ്രവർത്തനം നിർത്തുന്നതിന് സമരരംഗത്തേക്ക് ഇറങ്ങാം. വരോടുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്ന് സമരത്തിന്റെ ആദ്യഘട്ടമായി ക്വിറ്റ് ഇന്ത്യ ദിനമായ ഓഗസ്റ്റ് 9 ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വരോട് AMLP സ്കൂൾ, AUP സ്കൂൾ, KPSM, MVHSS തുടങ്ങിയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. മുന്നോട്ടുള്ള സമരത്തിന് പിന്തുണയുമായി പ്രദേശത്തെ കൂടുതൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. തുടർന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി ശൃംഖല തീർക്കുമെന്നും അധ്യാപകരും PTA പ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ സ്കൂളിലുള്ള ഹയർ സെക്കൻഡറി കുട്ടികൾ ഈ ഉരുൾപൊട്ടലിന് ശേഷം അവരുടെ ടീച്ചർമാരോടും അധ്യാപകരോടൊക്കെ ആശങ്ക, നമുക്കും അങ്ങനെ സംഭവിക്കുമോ, നമ്മുടെ മലയും പൊട്ടുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമാണ്. കുട്ടികൾ ഈ വാർത്ത കാണുമ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അവർ അധ്യാപകരോടാണ്, ടീച്ചർമാരോടാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ഇവിടെ ഇപ്പോൾ മാധ്യമങ്ങൾ വഴി കുട്ടികൾ കാണുന്ന ഒരു മുനേഷ് മാഷ് വണ്ണാർമല GHSS-നാണ്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്കും സംഭവിക്കുമോ എന്ന ആശങ്ക AMLP വരോടും അതുപോലെ തന്നെ AUPS വരോടും KPSM MVHSS വരോടും വിദ്യാർത്ഥികൾക്കുണ്ട്. ആ ആശങ്കയ്ക്കൊപ്പം അവരെ ചേർത്ത് പിടിച്ച് നിർത്താനും അധികാരികളുടെ ശ്രദ്ധയിലും കാര്യം കൊണ്ടുവരാനും PTA എക്സിക്യൂട്ടീവ് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ശ്രീമതി സവിത. അവര് കാര്യങ്ങൾ വിശദീകരിക്കും. AUPS വരോടിന്റെ PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കും. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ KPSM MVHSS സ്കൂൾ പ്രധാനാധ്യാപകൻ SR പ്രകാശ്, സ്കൂൾ PTA പ്രസിഡന്റ് T സബിത, AUPS സ്കൂൾ PTA പ്രസിഡന്റ് T കബീർ തുടങ്ങിയവരും പങ്കെടുത്തു.
ആർഭാട വിവാഹ ആഘോഷങ്ങൾ തടയാൻ പെരിന്തൽമണ്ണയിലെ മഹല്ലുകളുടെ കൂട്ടായ്മ. സുന്നി മഹൽ ഫെഡറേഷൻ മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നഗരസഭയിലെ 15 മഹല്ലുകളിലെ ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവും ശില്പശാലയും സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് കോയ തങ്ങൾ പറഞ്ഞു. മനുഷ്യജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലും സംസ്കാരശൂന്യവും ആഭാസകരമായും വിവാഹാഘോഷങ്ങൾ നടക്കുകയാണ്. വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങളെ നിയന്ത്രിക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയിലെ മുഴുവൻ മഹൽ ജമാഅത്തുകളുടെയും സംയുക്ത കൂട്ടായ്മ തീരുമാനിച്ചു. പവിത്രമായ വൈവാഹിക നിക്കാഹ് വേളകളിൽ കണ്ടുവരുന്ന ആവശ്യമില്ലാത്ത ആഘോഷങ്ങൾ ഇല്ലാതാക്കുകയാണ് ഉദ്ദേശമെന്ന് സുന്നി മഹൽ ഫെഡറേഷൻ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PK മുഹമ്മദ് കോയ തങ്ങൾ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആഭാസകരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ യുവാക്കൾക്കിടയിലും യുവതികൾക്കിടയിലുള്ള ലഹരിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾക്ക് എങ്ങനെ അത് നിർമ്മാർജ്ജനം ചെയ്യാം എന്ന വിഷയത്തിൽ മഹല്ലിൻ്റെ കൂട്ടായ നേതൃത്വം, മഹല്ലിലെ ഉസ്താദന്മാരും മഹല്ല് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ നേതൃത്വത്തിൽ അവരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് SMF ഇത്തരമൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അനിസ്ലാമിക പ്രവണതകൾക്കെതിരെയും കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ പിരിമുറുക്കുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെയും മഹൽ തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണത്തിനും ക്യാമ്പയിനുകൾക്കും രൂപം നൽകും. ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ മഹൽ ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾക്കും ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. വിപുലമായ ഒരു ക്യാമ്പയിൻ ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ ചുറ്റുപാടിൽ അത് ശക്തമായി നമുക്ക് ആ കാര്യത്തിൽ മഹല്ലുകൾക്ക് ഇടപെടാൻ സാധിക്കും. അത് മഹല്ല് നേതൃത്വം ഏറ്റെടുത്ത് നടത്താൻ കൂട്ടായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും തീരുമാനത്തിന് വേണ്ടിയിട്ടും അടുത്ത ദിവസം മഹല്ലിലെ എല്ലാ ആളുകളും, എല്ലാ കമ്മിറ്റിയും ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി ഒരു ശില്പശാല നടത്തുകയും അതിൽ നിന്ന് വരുന്ന തീരുമാനത്തിനനുസരിച്ച് ശക്തമായൊരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ നടത്താൻ വേണ്ടിയിട്ടും ആദ്യത്തെ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടിയത്. പെരിന്തൽമണ്ണ നഗരത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മൊബൈൽ ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടം ഉറപ്പുള്ള കെട്ടിടമല്ലെന്നും സമീപത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും കാണിച്ചാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. പെരിന്തൽമണ്ണ നഗരത്തിൽ പട്ടാമ്പി റോഡ്, ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മൊബൈൽ ടവർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഇൻഡസ് ടവർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് മൊബൈൽ ടവർ നിർമ്മിക്കുന്നത്. ഇവിടെ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ പട്ടാമ്പി റോഡ് ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. മൊബൈൽ ടവർ പണി തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ പ്രദേശത്തുള്ള മുഴുവൻ സമീപവാസികളും ജില്ലാ കലക്ടർക്ക് 2 ദിവസം മുമ്പ് പരാതി നൽകിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾക്കും അയൽപക്കത്തുള്ള വീട്ടുകാർക്കും തങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഹാനികരമാകുമെന്ന് അറിയിച്ചുകൊണ്ടാണ് കലക്ടർക്ക് ഞങ്ങൾ നിവേദനം നൽകിയിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ സൂപ്രണ്ടിനും ഇതോടനുബന്ധിച്ച് പരാതി നൽകുകയുണ്ടായി. ഈ പ്രശ്നം ഇവിടെ ഗുരുതരമായി ആളുകൾക്ക് അനുഭവപ്പെടുകയും അവർ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തെ തടയുകയുമാണ് ചെയ്യുന്നത്. ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് ബലമില്ലെന്നും സമീപത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും പ്രദേശത്തുകാർ പരാതിപ്പെട്ടു. നാട്ടുകാരുടെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ മൊബൈൽ ടവർ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ്, ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷനിൽ ഇവിടെ ഒരു ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ സേഫ്റ്റി ഇല്ലാത്തൊരു ബിൽഡിങ്ങാണ്. ഏകദേശം 30 മീറ്റർ ഹൈറ്റിൽ വരുന്ന ഈ ടവർ പരിസരവാസികൾക്കും വീടുകൾക്കും ഭീഷണിയായി കൊണ്ടുള്ളൊരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതിനെതിരെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുകയും ജില്ലാ കളക്ടർക്കും അതുപോലെ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് അധികാരികൾ സ്റ്റേ നൽകിക്കൊണ്ട് ഈ ടവർ നിർമ്മാണം അവസാനിപ്പിക്കണമെന്നാണ് കൗൺസിലർ എന്ന നിലക്ക് ആവശ്യപ്പെടാനുള്ളത്. ജില്ലാ പോലീസ് സൂപ്രണ്ട്, നഗരസഭ സെക്രട്ടറി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്.
കുട്ടി ഡ്രൈവർമാരെ പൂട്ടാൻ പട്ടാമ്പി പോലീസ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടപടി ശക്തമാക്കുമെന്ന് പോലീസ് പറഞ്ഞു. വാഹനം ഓടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്കെതിരെയാകും നടപടി വരിക. ബൈക്കും മറ്റു വാഹനങ്ങളും ഓടിച്ചു പോകുന്ന കുട്ടി ഡ്രൈവർമാരെ പൂട്ടാൻ പട്ടാമ്പി പോലീസ് നടപടി തുടങ്ങി. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയാൽ രക്ഷിതാക്കൾക്ക് പിടിവീഴും. ഇതിന്റെ ഭാഗമായി SI കെ മണികണ്ഠൻ, ട്രാഫിക് SI KP ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ 25ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ വരുത്തുന്നുവെന്ന് പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ പുതിയ ആക്ഷൻ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഓടിക്കാൻ നൽകിയ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് കോടതി മുൻപാകെ റിപ്പോർട്ട് നൽകുമെന്നും SI മണികണ്ഠൻ പറഞ്ഞു. പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ ഒരു 2 ആഴ്ചയോളം ആയിട്ടുള്ള പട്രോളിങ്ങിനിടയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ഡ്രൈവിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 20 അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 30,000-ഓളം രൂപയാണ് ഇതിന്റെ ഫൈനായിട്ട് വരിക. സ്വാഭാവികമായിട്ടും RC ഓണർമാരായിട്ടുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ സംരക്ഷകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് പ്രധാനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ JJB ആയിട്ട് ബന്ധപ്പെട്ട് ജുവനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇനിയും തുടർ നടപടികൾ ഉണ്ടാവും. വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. രക്ഷിതാക്കളും ഇതുപോലെ തന്നെ രക്ഷകർത്താക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് വാഹനം കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അവരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയില്ലാത്തതോടെയും അതുപോലെ തന്നെ ട്രിപ്പിൾസുമായിട്ടാണ് മാക്സിമം വണ്ടികൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനെല്ലാം തന്നെ ഉത്തരവാദി RC ഓണറായിട്ട് ബന്ധപ്പെട്ട ആളുകളും രക്ഷകർത്താക്കളും തന്നെയാണ്. കൂടുതൽ ശക്തമായ നടപടികൾ ഇനിയും തുടർന്നും ഉണ്ടാകും എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വാഹനങ്ങളിൽ വരുന്നുണ്ടോ എന്ന കാര്യം അധ്യാപകരും ശ്രദ്ധിക്കണമെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കളിയാക്കിയവർക്ക് മറുപടിയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചെടുത്ത 2,862 രൂപ കൈമാറി മണ്ണാർക്കാട് തോരാപുരത്തെ കുരുന്നുകൾ. തോരാപുരം ഗ്രാമവാസികളായ അഭിൻകുമാർ, അശ്വിൻ, നിവിൻകുമാർ എന്നിവരാണ് പലരിൽ നിന്നായി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അഭിൻകുമാർ മണ്ണാർക്കാട് നെല്ലിപ്പുഴ DHSലെ 7ാം ക്ലാസ്സിലും അശ്വിൻ 6ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. മണ്ണാർക്കാട് ALP സ്കൂൾ വിദ്യാർത്ഥിയാണ് നിവിൻകുമാർ. വയനാട്ടിൽ തങ്ങളെപ്പോലുള്ള കുട്ടികൾ മരിക്കുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന വാർത്തകൾ കേട്ടതോടെയാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലുണ്ടായത്. തുടർന്നാണ് മൂവരും ആരുടെയും പ്രേരണയില്ലാതെ വീടിന്റെ പരിസരത്തും മറ്റുമായി ബക്കറ്റ് പിരിവ് നടത്തിയത്. ഈ പണം വയനാട്ടിലുള്ളവർക്ക് ലഭിക്കുമോ അതോ കുട്ടികൾ ചിലവാക്കുമോ എന്ന് ചോദിച്ച് പലരും കളിയാക്കി. അതിലൊന്നും തളരാതെ തങ്ങൾ പിരിച്ച ചില്ലറ അടക്കമുള്ള മുഴുവൻ തുകയും മണ്ണാർക്കാട് സബ് ട്രഷറി ഓഫീസർ VM പ്രദീപിന് കുട്ടികൾ കൈമാറി. തങ്ങളെ കളിയാക്കിയവർക്കുള്ള മറുപടിയാണ് ഈ തുകയെന്ന് കുട്ടികൾ പറഞ്ഞു. വയനാട്ടിൽ ദുരന്തമുണ്ടായി, അതുമാതിരി തന്നെ ഞങ്ങളുടെ പോലത്തുള്ള കുട്ടികളൊക്കെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായിട്ട് മരിക്കുകയും അവർക്ക് വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോലത്തെ കുട്ടികൾ അവിടെ ദുരന്തത്തിൽ പെട്ടിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ തീരുമാനിച്ച് ഞങ്ങൾ തന്നെ കാശ് പിരിക്കാനായിട്ട് ഞങ്ങളുടെ പരിസര സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി. അവർ കുറേ പേര് ഞങ്ങളെ കളിയാക്കി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കൊടുക്കുമോ, നിങ്ങളതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കുറേ പേര് കളിയാക്കി. കളർന്നില്ല. ഞങ്ങളതൊന്നും കേൾക്കാതെ ഞങ്ങൾ വീണ്ടും ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ അവർക്കായിട്ടുള്ള മറുപടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ കാശ് ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ട്രഷറിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവാൻ യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിൽ നിന്നും ശേഖരിച്ച 1000-ലധികം നോട്ട് ബുക്കുകൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുനരധിവാസത്തിനായാണ് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോട്ട് ബുക്കുകൾ ശേഖരിച്ചത്. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച 1148 നോട്ട് ബുക്കുകൾ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി, മണ്ഡലം പ്രസിഡന്റുമാരായ അനീസ് മുടിക്കുന്നൻ, അലി അടക്കാപുത്തൂർ, മൻസൂർ ഇമ്പാനു, രവിശങ്കർ, വിഷ്ണു, ജയൻ, സൽമാൻ, നൌഫൽ, വിജിത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് P സുബീഷ്, ഷമീർ ഇറക്കിങ്ങൽ, PR ജീഷിൽ, ശിഹാബ് മൊളഞ്ഞൂർ, അഭിനന്ദ് ചിങ്ങനാടി, മോഹനകൃഷ്ണൻ,
സിദ്ദിഖ് കളത്തുംകുണ്ട്, ഷിഹാബ് തൂത, സതീഷ്, സന്തോഷ്, ഷാനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി സമിതി ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകി. കെ പ്രേംകുമാർ MLA വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. വ്യാപാരികളുടെയും മറ്റു സുമനസ്സുകളുടെയും സഹകരണത്തോടെയാണ് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ക്യാമ്പുകളിലേക്ക് കേരള വ്യാപാരി വ്യവസായി സമിതി ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകിയത്. ഭക്ഷ്യസാധനങ്ങളുമായി പോയ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. നൂറുകണക്കിന് ആളുകളുടെ ജീവനും ജീവിതവും പൊലിഞ്ഞുപോയ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടിനെ നടുക്കിയ ഒരു സംഭവത്തിൽ എങ്ങനെയെല്ലാമാണ് നമുക്ക് ആ നാടിനെ താങ്ങി നിർത്താനും സഹായിക്കാനും കഴിയുക എന്നുള്ള ആലോചന എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരുമ്പോൾ സ്വമേധയാ ഒരു പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനം, സേവന പ്രവർത്തനം ഏറ്റെടുത്ത് മാതൃക കാണിക്കുകയാണ് ശ്രീകൃഷ്ണപുരത്തെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരി സമൂഹം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിലെ മനുഷ്യർ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന നിലയിൽ അവർക്ക് ആശ്വാസം നൽകാനും ആത്മവിശ്വാസം നൽകാനും മുന്നിട്ടിറങ്ങാറുണ്ട്. സമിതി കരിമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ശ്രീചിത്ര അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, വാർഡ് മെമ്പർമാരായ MK ദ്വാരകാനാഥൻ, MK പ്രദീപ്, CPIM ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി M മണികണ്ഠൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B രാജേഷ്, സജി ഈട്ടിക്കൽ, രാജീവ് മാടമ്പി, OG സുരേഷ്, രാകേഷ്, കിരൺ, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ സമിതിയുടെയും അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്ര സമിതിയുടെയും നേതൃത്വത്തിൽ ആഗസ്റ്റ് 11-ന് 16ാമത് രാമായണീയം പരിപാടി സംഘടിപ്പിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി പ്രൊഫസർ നാരായണൻ നമ്പൂതിരി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതലപ്പാറ ഭഗവതി ക്ഷേത്ര സമിതിയുടെയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് 16ാമത് രാമായണീയം പരിപാടി മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത്. ഓഗസ്റ്റ് 11-ന് ഞായറാഴ്ച രാവിലെ 5:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ സമാരംഭിക്കുന്നത്. തുടർന്ന് രാവിലെ 9 മണിക്ക് കുട്ടികൾക്കുള്ള പ്രശ്നോത്തരി മത്സരം നടക്കും. 10:30-ന് നടക്കുന്ന പൊതുസമ്മേളനം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി പ്രൊഫസർ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അറവക്കാട് ദേവസ്വം സെക്രട്ടറി P വേണുഗോപാൽ അധ്യക്ഷനാവും. 11:30-ന് രാമായണ പാരായണ മത്സരത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വെള്ളിഞ്ഞേഴി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് രാമായണ പ്രശ്നോത്തരി മത്സരം, രാമായണ പാരായണ മത്സരം പരിപാടികളിൽ പങ്കെടുത്ത് ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയവരിൽ ആൺ പെൺ വിഭാഗങ്ങളിൽ ഓരോരുത്തർക്ക് 2501 രൂപ വീതം ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്ന ശ്രേഷ്ഠപുത്ര ശ്രേഷ്ഠപുത്രി അവാർഡുകളും സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ മുതലപ്പാറ ഭഗവതി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പാറ ശ്രീ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് 2024 ആഗസ്റ്റ് 11-ാം തീയതി ഞായറാഴ്ച 16ാമത് രാമായണീയം പരിപാടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 2024 ആഗസ്റ്റ് 11-ന് രാവിലെ 5:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ സമാരംഭിക്കുന്ന പരിപാടികളിൽ രാവിലെ 9 മണിക്ക് കുട്ടികൾക്കുള്ള പ്രശ്നോത്തരി മത്സരം നടക്കുന്നതായി. തുടർന്ന് 10:30-ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അറവക്കാട് ദേവസ്വം സെക്രട്ടറി ശ്രീ P വേണുഗോപാൽ അവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറി ശ്രീ പ്രൊഫസർ നാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അധ്യക്ഷൻ ശ്രീ RK മേനോൻ വിശിഷ്ടാതിഥി ആയിരിക്കും. അറവക്കാട് ദേവസ്വം സഹ രക്ഷാധികാരി ശ്രീ പത്മനാഭൻ മാസ്റ്റർ ആശംസ പ്രഭാഷണം നടത്തും. ശ്രീ വെള്ളിനഴി നാരായണൻ എന്നിവർ സന്നിഹിതരായിരിക്കും. തുടർന്ന് 11:30-ന് രാമായണ പാരായണ മത്സരത്തിനുള്ള ശേഷം വൈകുന്നേരം 2:30-ന് ശ്രീ പത്മനാഭൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം ശ്രീ വെള്ളിനഴി നാരായണൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അറവക്കാട് യൂണിറ്റ് സെക്രട്ടറി K ഗോപി, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ RK മേനോൻ,
സഹരക്ഷാധികാരി PK ഗോവിന്ദൻകുട്ടി, ക്ഷേത്രസമിതി ജില്ലാ സെക്രട്ടറി CK നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിരോഷിമ ദിനത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശവുമായി വിദ്യാർത്ഥികൾ. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നഗരത്തിലൂടെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഹിരോഷിമ ദിനത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശം പകർന്നുകൊണ്ട് യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. സ്കൂളിലെ 100ഓളം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് യുദ്ധവിരുദ്ധ പ്ലക്കാർഡുകൾ ഉയർത്തി റാലിയിൽ അണിനിരന്നത്. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ചെർപ്പുളശ്ശേരി ടൗണിൽ സമാപിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് KG പ്രമോദ് റാലി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ലോക സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അതുപോലെ ജനങ്ങളെ സമാധാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടിയിട്ട് കുട്ടികളെ ഇന്നലെ തന്നെ NSSൻ്റെ ഭാഗമായിട്ട് പ്ലക്കാർഡുകൾ തയ്യാറാക്കി ഹിരോഷിമ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് 1945 ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ നടന്ന യുദ്ധക്കെടുതിയുടെ ഭാഗമായിട്ടുണ്ടായ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി, അതുപോലെ വിദ്യാർത്ഥികളിലും സാധാരണ ജനങ്ങളിലും ഹിരോഷിമ ദിനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹിരോഷിമയിലുണ്ടായിട്ടുള്ള യുദ്ധക്കെടുതികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും അതുപോലെ സമാധാനത്തിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് നൽകാനുമായിട്ടാണ് NSSൻ്റെ ഒരു പ്രവർത്തനമായിട്ട് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ കൊണ്ട് ഇതുപോലുള്ള ഒരു സമാധാന റാലി നടത്തിയിട്ടുള്ളത്. ലോകത്ത് സമാധാനമാണ് വേണ്ടത്, യുദ്ധമല്ല എന്ന സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് റാലി സംഘടിപ്പിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. യുദ്ധത്തിനെതിരെയുള്ള ഒരു റാലിയാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. എന്താ പറയുക, 1945 ആഗസ്റ്റ് 6 ഒരു രാവിലെ 8:15 എന്താ പറയുക, അമേരിക്ക ഒരു ലിറ്റിൽ ബോയ് എന്ന ബോംബ് അവിടെ വർഷിച്ചു, ഹിരോഷിമയിൽ വർഷിക്കുകയുണ്ടായി. ഒരു ജനതയുടെ പ്രതീക്ഷകളും അതുപോലെ തന്നെ സ്വപ്നങ്ങളുമാണ് ആ ഒരു ഇതിൽ അവിടെ കത്തിയമരപ്പെട്ടത്. യുദ്ധം കൊണ്ട് നമുക്ക് ഒരിക്കലും ഗുണം ഉണ്ടായിട്ടില്ല, ദോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാമ്രാജ്യത്വ ശക്തികൾ അധികാര മേൽക്കോയ്മ നേടാനും അത് നിലനിർത്താനും വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധങ്ങളിൽ ഒരുപാട് നിഷ്കളങ്കമായ ജീവനുകളാണ് നശിക്കുന്നത്. അതായത് ആണവ ദുരന്തങ്ങൾ ഇല്ലാതാക്കുന്നത് അടുത്ത തലമുറകളെ കൂടിയാണ്. അധ്യാപകരായ K സന്തോഷ്, പ്രോഗ്രാം ഓഫീസർ KK ജഫർ, വിദ്യാർത്ഥികളായ ഫാത്തിമ, ഫിദ VT, ആരഭി M, അഭിരാമി P നിരഞ്ജന, T അമൽ ഷിദിയാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമത്തിനും ആനയൂട്ടിനും ഒരുക്കങ്ങൾ തുടങ്ങി. ഓഗസ്റ്റ് 15 7 ആനകളെ പങ്കെടുപ്പിച്ചുള്ള ആനയൂട്ട്. ക്ഷേത്രസന്നിധിയിലെ പ്രധാന പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങിന് ഗണപതി ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് K ഹരിദാസ്, സെക്രട്ടറി VP മനോജ് കുമാർ, ട്രഷറർ M സുഭാഷ്, പുത്തൻവീട്ടിൽ ശശിധരൻ, MR രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആനയൂട്ടിനോടനുബന്ധിച്ച് 14 വൈകിട്ട് മെഗാ തിരുവാതിരക്കളി, പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. 15 രാവിലെയാണ് പ്രത്യക്ഷ മഹാഗണപതി ഹോമം. തുടർന്ന് പാണ്ടിമേളവും ആനയൂട്ടും നടക്കും. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തി വരാറുള്ള പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയൂട്ടും 2024 ഓഗസ്റ്റ് 15 ഈ വർഷവും വളരെ അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും അതിന് വേണ്ടി 7 ദേശങ്ങളെയും മറ്റ് ചിനക്കത്തൂരിലെ മറ്റ് ആഘോഷ കമ്മിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാൽ ഗുണനിലവാര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK രാധിക ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധി ജീവൻ, അവരുടെ സ്വത്തും അവരുടെ ജീവനോപാധിയും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെയും നമ്മെ പോലെയുള്ള ക്ഷീര കർഷകരൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഒരു പ്രദേശം മുഴുവനായും കാണാത്ത ഒരു രീതിയിലേക്ക്, നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അത്തരം പ്രതിസന്ധികളൊക്കെ തന്നെ നമ്മുടെ നാടിലെ ഈ ഒരു മഴക്കാലത്ത് അതിതീവ്രമായ മഴ മൂലം നമുക്കൊക്കെ തന്നെ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധികളെയൊക്കെ തന്നെ അതിശക്തമായിട്ട് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സമയത്ത്. ശുദ്ധമായ പാൽ ഉൽപാദനവും സൂക്ഷ്മാണുക്കളുടെ സ്വാധീനവും എന്ന വിഷയത്തിൽ പാലക്കാട് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ റീന വിജയ് ക്ലാസ് എടുത്തു.
ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ ശ്യാമ ഡയറി ക്വിസ് നടത്തി. മണ്ണമ്പറ്റ ക്ഷീരസംഘം പ്രസിഡന്റ് നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം സംഘം പ്രസിഡന്റ് അയ്യപ്പൻ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡോക്ടർ ധന്യ വി, സി രാമൻ, അനിത തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 22-ന് ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടത്തും. ഇതിൻ്റെ പ്രചരണ ക്യാമ്പയിൻ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ആഗസ്റ്റ് 22-ന് ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഓഗസ്റ്റ് 21 വരെ പ്രചരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് മുഹസിൻ MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടാക്കുന്ന നിരവധി രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാൻസർ. നമുക്കെല്ലാവർക്കും അറിയാം. 10 മില്യൺ മനുഷ്യരെയാണ് ഒരു വർഷം ഏകദേശം മരണപ്പെടുന്നത്. എന്നാൽ അതിലേറെ ആളുകൾ രക്ഷപ്പെടുന്നവരുമുണ്ട്. രക്ഷപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടെത്താൻ കഴിയുക എന്നതാണ്. ഏർലി ഡിറ്റക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ക്യാൻസർ നേരത്തെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയുകയും അതിന് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയും പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 30% മുതൽ 50% വരെ ഏകദേശം നമുക്ക് ഒരു പരിധിവരെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് പല കണക്കുകളും പറയുന്നത്. പഞ്ചായത്ത് അംഗം മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ അബ്ദുൾ റഹീം, സി സിദ്ദീഖ്, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ സലീന, ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് VK, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയാദാസ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി പുരുഷോത്തം, ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർമാരായ ധാര VC, പ്രവീണ P എന്നിവർ ക്ലാസ് എടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റിയും രാമൻ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രവും ലൈബ്രറി കൗൺസിലും സംയുക്തമായി അജയൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ശാസ്ത്രാധ്യാപകൻ അജയൻ അനുസ്മരണം സിനിമാ നിരൂപകൻ GP രാമചന്ദ്രൻ രാസജ്വാല തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രത്തെ സാഹിത്യരൂപമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അധ്യാപകൻ എന്ന നിലയിൽ അജയൻ മാസ്റ്ററിന് കഴിഞ്ഞതായി GP പറഞ്ഞു. അതല്ലെങ്കിൽ ശാസ്ത്രത്തെ കൂടുതൽ ജനകീയമായി ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക, അതിനുവേണ്ടിയിട്ടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രൂപീകരിക്കുന്നത്. ശാസ്ത്രത്തെ ഒരു സാഹിത്യ രൂപമാക്കി ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന അടിസ്ഥാനപരമായ ഉദ്ദേശത്തോടുകൂടിയാണ്. അപ്പോൾ ആ ഉദ്ദേശം തൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള സ്കൂൾ മാഷുള്ള രീതിയിലും അതോടൊപ്പം തന്നെ മറ്റ് പഠന പരിപാടികളിൽ അതോടൊപ്പം തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ള ഈ ഗവേഷണ കേന്ദ്രം, CV രാമൻ്റെ പേരിലുള്ള ഗവേഷണ കേന്ദ്രം, അതിൻ്റെ ലൈബ്രറി, ഇതെല്ലാം തന്നെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹത്തിന് പല ബുദ്ധിമുട്ടുകൾക്കുണ്ട്. വ്യക്തിപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും, ട്രാൻസ്ഫറുകളും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് പെട്ടെന്നുണ്ടായിട്ടുള്ള മരണം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടത്. എങ്കിൽ ഇതിൻ്റെ എല്ലാം ഇടയിൽ അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ തൻ്റെ സാന്നിധ്യം ഈ രംഗത്ത് അറിയിച്ചു എന്നുള്ളത് നമ്മളുടെ ഈ അനുസ്മരണത്തിൻ്റെയും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം. രാമൻ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം മണ്ണാർക്കാട് പ്രസിഡന്റ് TR സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മണ്ണാർക്കാട് മേഖലാ പ്രസിഡന്റ് M രാമചന്ദ്രൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, KN സുധീർ എന്നിവർ സംസാരിച്ചു. വാണിജ്യ വാർത്തകൾ. 83 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യമുള്ള ഒറ്റപ്പാലം പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈവനിംഗ് ബ്രാഞ്ച് 19-ാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു.
ഉപഭോക്താക്കൾക്ക് അധിക സമയ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഈവനിംഗ് ബ്രാഞ്ച് 19 മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈവനിംഗ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ഭേദഗതികളെന്ന് ആലോചിച്ചു. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ പ്രേംകുമാർ ഉൾപ്പെടെയുള്ള നിയമസഭ ഞാൻ അവതരിപ്പിച്ച കരട് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ ശുപാർശ ചെയ്യുന്നു സ്പീക്കറെ കൊണ്ട്. 1 വർഷത്തിനുള്ളിൽ ആ ബില്ല് സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കണമെന്ന കരാറിലാണ് സെലക്ട് കമ്മിറ്റിക്ക് ബില്ല് വിട്ടത്. ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലെയും സഹകാരികളെയും ജീവനക്കാരെയും നിയമജ്ഞന്മാരെയും ബഹുജനങ്ങളെയും അഭിപ്രായം കേട്ട് അവസാനം മഹാരാഷ്ട്ര ഗവൺമെന്റുമായി അവരുടെ ബില്ല് സംബന്ധിച്ച ചില ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ഏറ്റവും അവസാനം ഉന്നത സഹകാരികളെയും നിയമജ്ഞന്മാരെയും അഡ്വക്കേറ്റ് ജനറലുമെയും എല്ലാം ബന്ധപ്പെട്ട് ഞങ്ങൾ ആ നിയമം സഭയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 14 തീയതി അവതരിപ്പിക്കുകയുണ്ടായി. ആ സഭയിൽ ഈ കേരള നിയമസഭ വന്നതിന് ശേഷം പല ബില്ലുകൾ യോജിച്ചാണ് പാസ്സാക്കിയതെങ്കിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും യോജിച്ച് പാസ്സാക്കിയ ഒരു നിയമമായി സഹകരണ ഭേദഗതി നിയമം 57 പാസ്സാക്കി എന്ന സന്തോഷ വാർത്ത ഞങ്ങൾ അറിയിക്കുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ കുഞ്ഞിലക്ഷ്മി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ സുരേഷ്, ബാങ്ക് സെക്രട്ടറി ഷീബ മേനോൻ, മുൻ MP S ശിവരാമൻ, മുൻ MLA M ഹംസ, ബാങ്ക് വൈസ് പ്രസിഡന്റ് N അസീസ് തുടങ്ങിയവരും സംസാരിച്ചു. ഇടപാടുകാരെയും മുൻ പ്രസിഡന്റുമാരെയും മുൻ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഈവനിംഗ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം. ശനിയാഴ്ചകളിൽ 5 മണി വരെയും 2ാം ശനി അവധിയുമാണ്. 1941 പ്രവർത്തനം ആരംഭിച്ച ശ്രീരാമകൃഷ്ണ ബാങ്ക് ഇന്ന് ഒറ്റപ്പാലം താലൂക്കിലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കാണ്. ബാങ്കിന്റെ 5ാമത്തെ ശാഖ കൂടിയാണ് 19 മൈലിൽ പ്രവർത്തനം ആരംഭിച്ചത്. സഹകരണ മേഖല എന്നും ഊന്നൽ നൽകിയിട്ടുള്ള സാധാരണ ജനങ്ങൾക്കായി കാർഷിക വായ്പ, ആധാരം പണയപ്പെടുത്തിയുള്ള വായ്പ, വാഹന വായ്പ, സ്വർണ്ണ പണയ വായ്പ, ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വായ്പ, പുതിയതായി സോളാർ വായ്പ എന്നിവയും കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് ചെയ്തു വരുന്നുണ്ട്. ഇടപാടുകൾക്കായി ആധുനിക കാല സൗകര്യങ്ങളായ NEFT, RTGS സൗകര്യവും QR സ്കാൻ മുഖാന്തരം പണം അടയ്ക്കുന്നതിനുള്ള സൗകര്യവും ബാങ്ക് ചെയ്തു വരുന്നുണ്ട്. 82 കോടിയോളം ഡെപ്പോസിറ്റും 62 കോടിയോളം വായ്പയും 7000-ലധികം മെമ്പർമാരും നിലവിൽ ബാങ്കിനുണ്ട്. 10 വർഷത്തിലധികമായി മികച്ച ലാഭവിഹിതവുമാണ് മെമ്പർമാർക്ക് ബാങ്ക് നൽകി വരുന്നത്. പാലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്കിന് ലക്കിടി കൂട്ടുപാത, ലക്കിടി ഗേറ്റ്, മീറ്റ്ന, SRK നഗർ എന്നിവിടങ്ങളിലും ശാഖകളുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ LED ഫാൻസി ലൈറ്റുകളുടെ വിപുലമായ ശേഖരവുമായി മൂൺലൈറ്റ്സ് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് വലിയ ഖാസി അബ്ദുൽ നാസർ ഹൈത്തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. മുൻപെങ്ങും കാണാത്ത LED ആൻഡ് ഫാൻസി ലൈറ്റുകളുടെ നിറശേഖരം, ഒപ്പം വിലക്കുറവും അതിശയകരമായ ഓഫറുകളും. വെളിച്ചങ്ങളുടെ ഭാവങ്ങൾക്ക് പുതുമ സമ്മാനിച്ച് മൂൺലൈറ്റ്സ് മേലാറ്റൂർ ചെമ്മാണിയോട് ബൈപ്പാസിൽ ജാംജും സൂപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് വലിയ ഖാസി അബ്ദുൽ നാസർ ഹൈത്തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലാറ്റൂർ യൂണിറ്റ് പ്രസിഡന്റ് CT മുഹമ്മദ് തുടങ്ങി
സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും മൂൺലൈറ്റ്സ് മാനേജ്മെന്റ് അംഗങ്ങൾ, സ്റ്റാഫ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ആദ്യ വിൽപ്പന അബ്ദുൽ നാസിർ ഹായ് തങ്ങളും ഉദ്ഘാടന വേളയിൽ സ്വർണ്ണ നാണയത്തിനായി നടന്ന നറുക്കെടുപ്പ് CT മുഹമ്മദും നിർവഹിച്ചു. വീടുകൾ, ഓഫീസുകൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ എല്ലായിടങ്ങളിലും ഉപയോഗിക്കാവുന്ന LED ഫാൻസി ലൈറ്റുകളുടെ വിസ്മയ ശേഖരമാണ് മൂൺലൈറ്റ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ വലുപ്പത്തിലും വർണ്ണത്തിലും ആധുനിക ഡിസൈനുകളിലുമുള്ള ഇമ്പോർട്ടഡ് ഫാൻസി ലൈറ്റ്, വാൾ ഫിറ്റിംഗ്, പാനൽ ലൈറ്റ് തുടങ്ങിയവയുടെ വ്യത്യസ്ത കളക്ഷനുകളാണ് മൂൺലൈറ്റ്സിലുള്ളത്. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അനുയോജ്യമായ ക്രിസ്റ്റൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ട്രാക്ക് ലൈറ്റ്, ഗേറ്റ് ലൈറ്റ് എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻസും ഇവിടെയുണ്ട്. ജാഗോർ, സിസ്ക, ഡ്യൂട്ടൺ LED, ഹാവൽസ്, GM, ലോർക്കർ, HPL, ഹെലോണിക്സ് തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ഗ്യാരണ്ടിയും വാറണ്ടിയുമുള്ള ലൈറ്റുകളാണ് മൂൺലൈറ്റ്സിലുള്ളത്. കൂടാതെ പൊതുയിടങ്ങളിൽ ഉപയോഗിക്കാവുന്ന മാസ്റ്റ് ആൻഡ് മിനി മാസ്റ്റ് LED ലൈറ്റുകളും ഇവിടെയുണ്ട്. എല്ലാം സാധാരണക്കാരുടെ ബജറ്റിന് ഇണങ്ങും വിധമുള്ള വിലയിൽ ലഭ്യമാകുമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു. വിവിധ ഡിസൈനിലും വലുപ്പത്തിലും വർണ്ണത്തിലുമുള്ള ക്ലോക്കുകളുടെ വലിയ ശേഖരവും സ്വീകരണമുറികളിൽ അലങ്കാരമേകാനുള്ള വിവിധതരം ഫ്ലവേഴ്സും മറ്റ് അലങ്കാര വസ്തുക്കളും മൂൺലൈറ്റ്സിലുണ്ട്. അലനല്ലൂരിലെ മൂൺലൈറ്റ്സ്, കരിങ്കലത്താണിയിലെ റോയൽ ലൈറ്റ്സ്, പെരിന്തൽമണ്ണയിലെ LED പാലസ് എന്നിവ മേലാറ്റൂരിലെ മൂൺലൈറ്റ്സിൻ്റെ സഹോദര സ്ഥാപനങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം. വാഹനങ്ങളെ കടത്തിവിടുന്നത് ഒറ്റ വരിയായി. ടൗണിൽ കുരുക്കിന് ഇടയാക്കുമോ എന്ന ആശങ്ക. മണ്ണാർക്കാട് CVR ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിക്ഷേപക തട്ടിപ്പ് കേസ്. ആശുപത്രിയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ബഡ്സ് ആക്ട് പ്രകാരം വഞ്ചനാകുറ്റം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ആശങ്കയുമായി വരോട് സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിനടുത്തുള്ള അനങ്ങന്മലയിലെ കോറിയാണ് കുട്ടികളെ ഭയപ്പെടുത്തുന്നത്. കോറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ സമരത്തിലേക്ക്. ആർഭാട വിവാഹങ്ങൾ തടയാൻ പെരിന്തൽമണ്ണയിലെ മഹല്ല് കൂട്ടായ്മ. നഗരസഭയിലെ 15 മഹല്ലുകളിലെ ജമാഅത്ത് പരിപാലന സമിതി അംഗങ്ങൾക്ക് ബോധവൽക്കരണവും ശില്പശാലയും സംഘടിപ്പിക്കും. ലഹരി ഉപയോഗത്തിനെതിരെയും ബോധവൽക്കരണം നൽകും. പെരിന്തൽമണ്ണ നഗരത്തിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന് ഉറപ്പില്ലെന്നും സമീപത്തുള്ളവർക്ക് ഭീഷണിയെന്നും നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.